ട്രെയിലറിന് ട്രോൾ, പാർട്ടിക്കൊടിക്ക് ട്രോൾ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് ദളപതി വിജയുടെ പാർട്ടിക്കൊടിയാണ്. MGRന്റെയും ജയലളിതയുടെയും ഒക്കെ പാരമ്പര്യം പിന്തുടർന്ന സിനിമകളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നടന്മാർ ഒരുപാടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നത് ദളപതി വിജയാണ്. തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ സ്ഥാപിച്ച പുതിയ പാർട്ടിയുടെ പതാകയും ഗാനവും ശ്രദ്ധേയമായതിനൊപ്പം ട്രോളുകളും നേരിടുകയാണ്. പാർട്ടി ഗാനത്തിന്റെ അകമ്പടിയോടെ വിജയ് പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തിൽ കൊടി ഉയർത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചുവപ്പും മഞ്ഞയും ചേർന്നതാണ് കൊടിയുടെ നിറം. 2 ഗജവീരന്മാരെയും ഒരു പൂവിനെയും പതാകയിൽ കാണാം. ഈ പതാക പാർട്ടിയുടെയും തമിഴ്നാടിന്റെയും പതാകയായി മാറുമെന്നും ജാതിമത വർഗ ലിംഗ ഭേദമില്ലാതെ തമിഴ് മണ്ണിനു വേണ്ടി പാർട്ടി സേവനം ചെയ്യുമെന്നും തുല്യതയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയമെന്നും പാർട്ടിയുടെ പ്രതിജ്ഞയിൽ പറയുന്നുണ്ട്. ഫാൻസും അണികളുമെല്ലാം പതാകയും ഗാനവും പ്രതിജ്ഞയും ഏറ്റെടുത്തു കഴിയുകയും ചെയ്തു. പിന്നാലെയാണ് ട്രോളുകൾ വന്നത്. KSRTC ബോർഡിന്റെ ലോഗോയും സ്പെയിനിന്റെ ഫ്ലാഗും കൂട്ടിച്ചേർത്താണ് വിജയുടെ പാർട്ടിയുടെ കൊടി രൂപപ്പെടുത്തിയത് എന്നതാണ് പ്രധാന ട്രോൾ. ഗോട്ട്, ദളപതി 69 എന്നീ ചിത്രങ്ങളാണ് ഇനി വിജയുടേതായി പുറത്തിറങ്ങാനുള്ളത്. ഈ സിനിമകളോടുകൂടി താൻ അഭിനയം നിർത്തുമെന്ന് വിജയ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഗോട്ടിലെ വിജയുടെ ചെറുപ്പക്കാരനായുള്ള ലുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ഗോട്ടിലെ പുതിയ ഗാനമായ സ്പാർക്ക് പുറത്തു വന്നതോടെയാണ് ആദ്യം ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത്. ഗോട്ടിന്റെ ട്രെയിലർ കൂടി എത്തിയതോടെ വീണ്ടും ട്രോളുകൾ എത്തി. ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് വിജയുടെ ചെറുപ്പകാലം ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ വലിയൊരു ശതമാനം പ്രേക്ഷകർക്കും ഈ ലുക്ക് അത്ര പിടിച്ചിട്ടില്ല. പല ഹാസ്യതാരങ്ങളുടെയും കോമഡി വീഡിയോകൾക്കൊപ്പം വിജയുടെ പുതിയ ലുക്കിന്റെ ട്രോളുകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 6 കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇത്രയും തുക മുടക്കിയെങ്കിലും അതിനുള്ള ക്വാളിറ്റി ഔട്ട്പുട്ടിൽ ഇല്ല എന്ന കമന്റുകളാണ് ട്രെയിലറിന് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ വിജയുടെ ജാതക ഫലം കൂടി ഒരു പ്രമുഖ ജ്യോതിഷി പുറത്തുവിട്ടിരിക്കുന്നതും ട്രോളുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാഭവനിലെ ജ്യോതിഷ പ്രൊഫസർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ട ഫലത്തിലാണ് വിജയുടെ സമയം ശരിയല്ല എന്ന പ്രവചനം വന്നിരിക്കുന്നത്. ജാതക പ്രകാരം ഇത് പാർട്ടി പ്രഖ്യാപിക്കുന്നതിനോ പാർട്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോ ഒന്നും വിജയ്ക്ക് പറ്റിയ നേരമല്ലെന്നാണ് ഈ പ്രവചനത്തിൽ പറയുന്നത്. എന്നാൽ വിജയ് നാളും നക്ഷത്രവും നോക്കിയല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. കൂടെ പിന്തുണയ്ക്കാൻ തങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. തമിഴ് സിനിമാ ലോകത്ത് രജനി കഴിഞ്ഞാൽ അടുത്ത രാജാവ് എന്ന കിരീടം ഉപേക്ഷിച്ചാണ് വിജയ് പൂർണ്ണമായും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. തമിഴ് സിനിമയെ സംബന്ധിച്ച് ഇത്തരം ജ്യോതിഷ പ്രവചനങ്ങൾ പലപ്പോഴും വൈറലായിട്ടുണ്ട്. നയൻതാരയുടെയും സാമന്തയുടെയും പ്രണയവും വിവാഹവും വിവാഹമോചനവും ഒക്കെ പ്രവചിച്ച ജ്യോത്സ്യന്മാരുണ്ട്. അവർക്കിടയിൽ വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താണെന്നറിയാൻ കാത്തിരിക്കുക കൂടിയാണ് നിരീക്ഷകർ. ഇത്തരം പ്രവചനങ്ങളൊക്കെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനായി മാത്രം ചെയ്യുന്നതാണ് എന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. കഴിഞ്ഞ വർഷം തമിഴ് സിനിമയിൽ ഏറ്റവും അധികം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളും വരുമാനവും ഉണ്ടാക്കിയ നടനാണ് വിജയ്. 200 കോടിക്ക് മുകളിലാണ് വിജയുടെ താരമൂല്യം എന്നാണ് വിവരം. രജനീകാന്ത് കഴിഞ്ഞാൽ ഇന്ന് തമിഴ് സിനിമ ലോകത്തെ ഏറ്റവും താരമൂല്യമുള്ള നടൻ വിജയ് തന്നെയാണ്. അജിത്ത് പോലും ഇപ്പോൾ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്താണ് അഭിനയിക്കുന്നത്. മാസ് ഓഡിയൻസിന്റെ പിൻബലം സൂര്യ, വിക്രം പോലുള്ളവർക്ക് പലപ്പോഴും ലഭിക്കാറുമില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന തീരുമാനത്തെ കളിയാക്കിയവരും വിമർശിച്ചവരും ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. 2 ഇലക്ഷൻ പരാജയപ്പെട്ടാൽ തിരിച്ചു വന്നോളും എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും വിജയ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകും എന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ലെന്ന് വിജയ് പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം 2 വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയിരുന്നു. നേതൃത്വത്തിലെ പ്രമുഖർ ഇത്തവണ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു.